കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ ഉണ്ടായിരിക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെണ്ണൽ ഇപ്പോൾ നടക്കുന്ന ഹരിയാനയിലെയും അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലെയും വോട്ടെണ്ണൽ കഴിയുന്നതോടുകൂടി ഇലക്ഷൻ കമ്മീഷൻ മഹാരാഷ്ട്രയിലേക്കും ജാർഖണ്ഡിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയും അതിനോടൊപ്പം തന്നെ നടത്താനിരിക്കുന്നതാണ് കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പുകൾ. അതിലെടുത്തു പറയേണ്ടത് വയനാടും അതുപോലെ തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെയും അതുപോലെ തന്നെ ചേലക്കര നിയോജക മണ്ഡലത്തിലെയും ഉപതെരഞ്ഞെടുപ്പുകളാണ്. ഇതിലെടുത്തു പറയേണ്ടത് ചേലക്കരയിലും പാലക്കാടും അവിടെ കൃത്യമായും നടക്കുന്ന ഡീൽ എന്തുമാത്രം വളരെ വലുതാണ് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ചേലക്കരയിൽ BJP CPIMനെ സപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം പാലക്കാട് BJPയെ വിജയിപ്പിക്കാൻ CPIM പരിശ്രമിക്കുകയും ചെയ്യും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം ADGP അജിത് കുമാറും അതുപോലെ തന്നെ CPIMൻ്റെ മുതിർന്ന നേതാക്കളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച തന്നെ നടന്നിരിക്കുന്നു എന്ന ഗുരുതര ആരോപണമാണ് PV അൻവർ അഴിച്ചുവിട്ടത്. അതുമാത്രമല്ല ADGP MR അജിത് കുമാർ RSSൻ്റെ ഏജൻ്റായി വന്നാണ് അവിടെ വലിയ രീതിയിലുള്ള ഗിമിക്സുകൾ കാണിച്ചത് എന്നും അൻവർ പറയുകയുണ്ടായിരുന്നു. മാത്രമല്ല പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PV അൻവർ പറഞ്ഞ ഗുരുതരമായ ആരോപണങ്ങൾ എത്രത്തോളം CPIMനെ ഇരുട്ടിലാക്കിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് മതേതര പ്രസ്ഥാനമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന CPIMനെ ഇരുട്ടിലേക്ക് കുണ്ടുകുഴിയിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നതിന് തുല്യം തന്നെയാണ്. വാസ്തവം പറഞ്ഞാൽ ജനങ്ങൾ അറപ്പോടെയാണ് ഇപ്പോൾ ആ പ്രസ്ഥാനത്തെ കാണുന്നത് എന്ന് PV അൻവർ കൃത്യമായി പറയുന്നു. അതിനിടയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP എല്ലാ തരത്തിലുള്ള അടവുകളും പയറ്റുകയാണ്. തൃശ്ശൂരിൻ്റെ മോഡൽ ആവർത്തിക്കാൻ പാലക്കാടും കഴിയും. അതിനായി സുരേഷ് ഗോപി തന്നെ നേരിട്ട് ക്യാമ്പയിൻ ഏകീകരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിലവിലെ MLA എന്നത് ഷാഫി പറമ്പിലാണ്. അദ്ദേഹം വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിച്ചതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത്. CPIM ജയിക്കാനായും മത്സരിക്കുമ്പോഴും ഒക്കെ എതിരാളികൾക്കെതിരെ എത്രത്തോളം മോശമായ പരാമർശം അഴിച്ചുവിടും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വടകരയിലെ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട വിഷയം. CPIM PR വർക്ക് നടത്തി വളരെയധികം ഹൈപ്പ് ചെയ്യപ്പെട്ട ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന അപരനാമമുള്ള KK ശൈലജ ഇപ്പോൾ ആകെ നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ. കാരണം അവർ സ്ഥാനാർത്ഥിയാകുമ്പോൾ എത്രത്തോളം വിദ്യുത്സഹമായ ഈ സന്ദേശങ്ങളെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് വടകരയിൽ കണ്ടത്. ജയിക്കാനായി എന്ത് നാറിയ കളിയും കളിക്കുന്ന CPIMൻ്റെ മുഖം എത്രത്തോളം വികൃതമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കലായിരുന്നു ഇതിലൂടെ വ്യക്തമാക്കിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ആ ഡീൽ ചേലക്കരയിൽ മറിച്ച് BJP CPIMനെ പിന്തുണയ്ക്കുന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല വയനാട്ടിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ CPIM വോട്ടുകൾ BJPയിലേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള ഡീലും നടക്കുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.